ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും പരീക്ഷയ്ക്ക് റെഡി ആവുന്നല്ലേ? അപ്പോൾ നമ്മളിന്ന് നിങ്ങളുടെ ദുറൂസുൽ ഇസ്ലാമിൻ്റെ റിവിഷൻ ഹാദി അഷ്റ 11ാമത്തെ പാഠവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞിട്ട് 2 ഭാഗങ്ങളിലായിട്ട് മുൻപുള്ള പാഠങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ മുമ്പത്തെ വീഡിയോ ഒക്കെ ലഭിക്കാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 82 89 89 29 85 ഈ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മദീനയിലെ മസ്ജിദുൻ നബവി മനസ്സിലാക്കുക. മസ്ജിദുൻ നബവി എവിടെയാണ്? ചോദ്യം വരും. മസ്ജിദുൻ നബവി എവിടെയാണ്? മദീനയിലാണ്. മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരാൾ കടന്നു വന്നു. ആ ആളുടെ രൂപം പറയുന്നുണ്ട് പാഠഭാഗത്തിൽ. എങ്ങനെയുള്ള ആളായിരുന്നു കടന്നു വന്നത്? തൂവെള്ള വസ്ത്രം, കറുത്ത മുടി, ചുറുചുറുക്ക്. ആർക്കും അയാളെ അറിയില്ല. തൂവെള്ള വസ്ത്രവും കറുത്ത മുടിയും ചുറുചുറുക്കുള്ള ഒരാൾ അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇരിക്കുന്നിടത്തേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ ആർക്കും അറിയില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇരുന്നു. എങ്ങനെയാണ് ഇരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന ആൾ എങ്ങനെ ഇരുന്നു? അതബോടെ ഇരുന്നു. അതബോടെ ഇരുന്നു. ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെല്ലാം ചോദിച്ചു? എന്തെല്ലാമാണ് ചോദിച്ചത്? ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു. ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു. മനസ്സിലാക്കുക. ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഇരിക്കുന്നിടത്തേക്ക് ഒരു ആഗതൻ വന്നു. ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ചോദിച്ചത്? ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും. ആഗതൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇവിടെ പാഠഭാഗത്ത് പറയുന്നില്ല. അപ്പം ഞങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് അവിടേക്ക് കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വന്നത്, ആരാണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിശദമായി പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആരാണെന്നും പറയുന്നില്ല, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈമാൻ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അല്ലാഹു തആലയിൽ വിശ്വസിക്കൽ. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് അല്ലാഹു തആലയിൽ വിശ്വസിക്കൽ. 2 അല്ലാഹു തആലയുടെ മലക്കുകളിൽ വിശ്വസിക്കൽ. 3 അല്ലാഹു തആലയുടെ കിതാബുകളിൽ വിശ്വസിക്കൽ. 4 അല്ലാഹു തആലയുടെ മുർസലുകളിൽ വിശ്വസിക്കൽ. 5 അന്ത്യനാളിൽ വിശ്വസിക്കൽ. 6 ഖദറിൽ വിശ്വസിക്കൽ. അല്ലാഹു തആലയുടെ ഖദറിൽ വിശ്വസിക്കൽ. അർക്കാനുൽ ഈമാൻ സിത്ത. അർക്കാനുൽ ഈമാൻ സിത്ത എന്താണ്? ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. അർക്കാനുൽ ഈമാൻ സിത്ത എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാന്ന് പറയും. എന്താണ്? ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. അർക്കാനുൽ ഈമാൻ സിത്ത. കിതാബത്തെ എക്സാമിന് ഹർക്കത്ത് ഇട്ട് കൊടുക്കാൻ വരും. ഫത്തവും കിസറൊക്കെ ഇട്ട് കൊടുക്കാൻ വരും. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. അർക്കാൻ എഴുതുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ വരിക എന്നൊക്കെ മനസ്സിലാക്കുക. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. അപ്പോൾ 6 എന്നതിനെ കുറിച്ചിട്ട് വാചകം ഉണ്ടാക്കാൻ വരും. അപ്പം നമുക്ക് എഴുതാം. എന്ത്? ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. കിതാബത്തെ എക്സാമിന് തന്നെ മനസ്സിലാക്കുക. അപ്പം ഈമാൻ കാര്യങ്ങൾ ഓർഡറിൽ തന്നെ പഠിക്കുക. 1 2 3 4 5 6 അത് ഓർഡറിൽ തന്നെ പഠിക്കുക.
ഈമാങ്കാര്യത്തിൽ ഒന്നാമത്തത് ഏത്? ഈമാങ്കാര്യമിൽ മൂന്നാമത്തത് എന്താണ്? അങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലായ? എല്ലാവരും അത് മനസ്സിലാക്കി പഠിക്കുക. അന്ത്യനാളിൽ വിശ്വസിക്കൽ എന്താണ്? ചോദ്യമാണ്. അന്ത്യനാളിൽ വിശ്വസിക്കൽ എന്താണ്? എന്താണ്? ഈമാങ്കാര്യത്തിൽ പെട്ടതാണ്. ഈമാങ്കാര്യത്തിൽ അഞ്ചാമത്തതാണ് അന്ത്യനാളിൽ വിശ്വസിക്കൽ. മനസ്സിലാക്കി പഠിക്കുക. ഈമാങ്കാര്യം എത്ര? ഇസ്ലാം കാര്യങ്ങൾ എത്ര? 5, 6 എന്നൊക്കെ എഴുതാൻ പഠിക്കുക. എഴുതി പഠിക്കുക അതൊക്കെ കേട്ടോ. 5, 6 എന്നതൊക്കെ ചോദ്യം വരാം. അപ്പം മനസ്സിലാക്കുക. ഇത്രയാണ് 11ാമത്തെ പാഠം. ഈമാൻ കാര്യങ്ങൾ എന്തായാലും 6 നിങ്ങൾ എഴുതി പഠിക്കുക. മനസ്സിലായില്ലേ? ആ രീതിയിൽ പഠിച്ചു വെക്കുക. ഒന്ന് മുഴുവൻ എഴുതാൻ വന്നില്ലെങ്കിലും ഈമാൻ കാര്യത്തിൽ 4ാമത്തത് ഏത്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അല്ലാഹു തആലയുടെ മുർസലുകൾ വിശ്വസിക്കുക എന്ന്. നമുക്ക് അടുത്ത പാഠം നോക്കാം. 12ാമത്തെ പാഠം അൽ ഉസ്താദ് ഹുവൽ ഹാദി. ഉസ്താദാണ് വഴികാട്ടി. ഉസ്താദാണ് വഴികാട്ടി. ആരാണ് വഴികാട്ടി? ഉസ്താദാണ് വഴികാട്ടി. മനസ്സിലാക്കുക. ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം. എങ്ങനെയാണ് ഉസ്താദുമാരെ ബഹുമാനിക്കേണ്ടത്? ഉസ്താദുമാരെ ആദരിക്കണം. നാം അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അവരെ അനുസരിക്കണം. അവരുടെ മുമ്പിൽ അതബോടെ ഇരിക്കണം. അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. മനസ്സിലാക്കുക. ആരാണ് ഉസ്താദുമാർ? അറിവ് പഠിപ്പിച്ചു തരുന്നവരാണ് ഡാഷ്. അപ്പം അവിടെ നമ്മൾ എന്ത് എഴുതണം? ഉസ്താദുമാർ. അറിവ് പഠിപ്പിച്ചു തരുന്നവരാണ് ഉസ്താദുമാർ. നാം അവരെ ആദരിക്കണം. ആരെ? ഉസ്താദുമാരെ. കല്യാണ വീട്ടിൽ വന്ന ഉസ്താദിന്റെ വേഷം എന്തായിരുന്നു? വെള്ള വസ്ത്രവും വലിയ തലപ്പാവും. തൂവെള്ള വസ്ത്രവും വലിയ തലപ്പാവും. മനസ്സിലാക്കുക. അറിവ് പഠിപ്പിച്ചു തരുന്നവരാണ് ഉസ്താദുമാർ. അവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. ആര്? ഉസ്താദുമാരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഉസ്താദുമാരുടെ പൊരുത്തം ഡാഷ് മാത്രമേ വിജയിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ എന്ത് എഴുതണം? സമ്പാദിച്ചവർ. ഉസ്താദുമാരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. മനസ്സിലാക്കുക. അൽ ഉസ്താദ് ഹുവൽ ആദി. ഉസ്താദാണ് വഴികാട്ടി. അപ്പോൾ ഇത്രയും ഭാഗം ഈ പാഠത്തിൽ ഇതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. ഞാൻ വായിച്ച ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ നോക്കിയിട്ട് ആവർത്തിച്ച് പഠിക്കുക. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ, സമ്പാദിച്ചവർ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതി പഠിക്കുക. 13ാമത്തെ പാഠം അറബി പാഠമാണല്ലേ. ബിന്തുൻ സോലിഹത്തുൻ. നല്ല പെൺകുട്ടി. ബിന്തു സോലിഹത്തുൻ, നല്ല പെൺകുട്ടി. എന്താണ്? ഫാത്തിമ ബിന്തുൻ സഈറത്തുൻ. ഫാത്തിമ ചെറിയൊരു പെൺകുട്ടിയാണ്. ചെറിയൊരു പെൺകുട്ടിയാണ് ഫാത്തിമ. ചെറിയൊരു പെൺകുട്ടിയാണ് എന്നതിൻ്റെ അറബി എഴുതാൻ പറയും. ചെറിയ പെൺകുട്ടിയാണ്. ബിന്തുൻ സഈറത്തുൻ. അപ്പോൾ അവിടെ ഏതെങ്കിലും പേര് തന്നിട്ട് അതുപോലെ നിങ്ങളുടെ പേരാക്കി എഴുതാൻ പറയും. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളെ പേര് ചേർത്തുക. ബിന്തുൻ സഈറത്തുൻ, നിങ്ങളെ പേര് ഖദീജ, ഹാദിയ, അങ്ങനെ ഏതെങ്കിലും പേര് ചേർത്തിട്ട് ഖദീജ ബിന്തുൻ സഈറത്തുൻ. ഖദീജ ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും പേര് തന്നാൽ അത് ചേർത്തിട്ട് എഴുതുക. മനസ്സിലാക്കുക. വഹിയ തനാമു മുബക്കിറത്തൻ. അവൾ നേരത്തെ ഉറങ്ങും, അവൾ നേരത്തെ ഉണരും. മുബക്കിറത്തൻ, നേരത്തെ. മനസ്സിലാക്കുക. പിന്നെന്താണ്? അവൾ നേരത്തെ ഉണർന്ന് എന്തൊക്കെ ചെയ്യും? അവൾ പല്ലുകൾ തേക്കും,
നാവൊക്കെ വൃത്തിയാക്കും. മനസ്സിലാക്കുക. തവാലൗ തുസല്ലി സുബ്ഹി, സുബ്ഹി നിസ്കരിക്കും, ഒളൂ ചെയ്ത് നിസ്കരിക്കുന്നു. സുമ്മ നഖ്റഉൽ ഖുർആൻ, അവൾ ഖുർആൻ ഓതുന്നു, പിന്നെ ഖുർആൻ ഓതുന്നു. തഹ്സിൽ വ തനാവുലുൽ ഫുതൂർ, നേരത്തെ കുളിക്കും, നേരത്തെ കുളിക്കും, എന്നിട്ട് ഭക്ഷണം കഴിക്കും. സുമ്മ നദ്ഹബു ഇലൽ മദ്രസ, എന്നിട്ട് മദ്രസയിലേക്ക് പോവും. വ തഅല്ലമു ജയ്യിദൻ, അവൾ നന്നായി പഠിക്കും. വ തഅല്ലമു ജയ്യിദൻ, അവൾ നല്ലവണ്ണം പഠിക്കും. ഫാത്തിമ ബിൻതുൻ സാലിഹ, അവൾ നല്ല പെൺകുട്ടിയാണ്. ഫാത്തിമ നല്ല പെൺകുട്ടിയാണ്. അപ്പോൾ ഇതിന്ന് എന്തെങ്കിലും വേർഡ്സ് വന്നിട്ട് മലയാളത്തിൽ തരും. ഫാത്തിമ നല്ല പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ അവൾ നേരത്തെ ഉണരും. അപ്പം എന്താ? വതഖൂമു മിനൻ നൗമി മുബക്കിറത്തുൻ, അവൾ നേരത്തെ ഉണരും. നേരത്തെ ഉറങ്ങുന്നുള്ളതിനാ വഹിയ തനാമു മുബക്കിറത്തൻ, അവൾ നേരത്തെ ഉറങ്ങും. അപ്പം അതുപോലെ അവൾ ഖുർആൻ ഓതും. സുമ്മ നഖ്റഉൽ ഖുർആൻ, സുമ്മ തഹ്സിലു വ തനാവുലുൽ ഫുതൂർ. അപ്പം അതൊക്കെ മീനിങ് മനസ്സിലാക്കി വെക്കാം. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷനിൽ വരും. അവൾ നേരത്തെ കുളിച്ച് ഭക്ഷണം കഴിക്കുന്നു എന്നതിൻ്റെ അറബി എന്ത് എന്നൊക്കെ മനസ്സിലായില്ല. തഹ്സിലു വ തനാവുലുൽ ഫുതൂർ, അവൾ നേരത്തെ കുളിക്കുന്നു, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത 14ാമത്തെ പാഠം, ഹൈറും മിനൻ നൗം, ഉറക്കത്തിനേക്കാൾ ഉത്തമം. ഹൈറും മിനൻ നൗം, ഉറക്കത്തിനേക്കാൾ ഉത്തമം എന്താണ്? നിസ്കാരമാണ്. നമുക്ക് പാഠം മനസ്സിലാക്കാം. അസ്സലാത്തു ഹൈറും മിനൻ നൗം, അദാന് മുഴങ്ങും. പള്ളിയിൽ നിന്ന് അദാൻ മുഴങ്ങി. അപ്പോൾ അദാനിലുള്ള കേട്ട വാചകമാണ് അസ്സലാത്തു ഹൈറും മിനൻ നൗം. ഏത് ബാങ്കിലാണ് അസ്സലാത്തു ഹൈറും മിനൻ നൗം എന്നുള്ളത്? സുബ്ഹി ബാങ്കിലാണ്. സുബ്ഹി ബാങ്കില്, സുബ്ഹി ബാങ്കിലെ ഒരു ലഫ്ലാണ് അസ്സലാത്തു ഹൈറും മിനൻ നൗം. സുബ്ഹി നിസ്കാരം എത്ര റക്അത്താണ്? 2 റക്അത്ത്. സുബ്ഹി നിസ്കാരം 2 റക്അത്ത്. സുബ്ഹി നിസ്കാരത്തിൽ കുനൂത്ത് ചൊല്ലണം. കുനൂത്ത് എപ്പോൾ? സുബ്ഹി നിസ്കാരത്തിൻ്റെ 2ാം റക്അത്തിലെ എഴുത്തിദാലിലാണ്. സുബ്ഹി നിസ്കാരത്തിലെ 2ാം റക്അത്തിലെ എഴുത്തിദാലിലാണ് കുനൂത്ത് ചൊല്ലേണ്ടത്. മനസ്സിലാക്കുക. കുനൂത്തിൻ്റെ വാചകം നന്നായി മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, എന്താ വെച്ചാൽ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. വാഫിന ഡാഷ് ഓഫൈത്, അപ്പം നമ്മൾ അവിടെ അതിൻ്റെ ഇടയിൽ ഫീമൻ എഴുതി കൊടുക്കണം. വതവല്ലന ഫീമൻ ഡാഷ് തവല്ലൈത്. അപ്പം നമുക്ക് എഴുതാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. നന്നായി പഠിച്ചാലാണ് കുനൂത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. മാച്ച് ചെയ്യാൻ വന്നാലോ അല്ലാഹുമ്മ ഹ്ദിന ഡാഷ്, ഇപ്പുറം മാച്ച് ചെയ്യാൻ ഫീമൻ ഹദൈത്, വബാരിക് ലനാ ഫീമ അഅതൈത്. അങ്ങനെ മാച്ച് ചെയ്യാൻ വന്നാലും നമുക്ക് എഴുതാൻ കഴിയാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. കുനൂത്തിൻ്റെ ലഫ്ലുകൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. സുബ്ഹി നിസ്കാര ശേഷം ഇമാം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാലോ, ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്തു. ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്തു എന്ന് എഴുതാം. ഉസ്താദ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ചില ആളുകളുടെ നിസ്കാരത്തിൽ പിഴവുകളുണ്ട്. ചുമലിന് നേരെ കൈ ഉയർത്തേണ്ട സന്ദർഭങ്ങൾ 4 സ്ഥലങ്ങളിലാണ്. നിസ്കാരത്തിൽ ചുമലിന് നേരെ കൈ ഉയർത്തേണ്ട സന്ദർഭം എത്ര? 4 സ്ഥലങ്ങളിലാണ് ചുമലിന് നേരെ കൈ ഉയർത്തേണ്ടത്. 4 സ്ഥലങ്ങളിൽ.
ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ, 2 റുക്കൂയിലേക്ക് പോകുമ്പോൾ, 3 ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ, 3-ാം റക്അത്തിലേക്ക് ഉയരുമ്പോൾ, ഈ 4 സന്ദർഭങ്ങളിലാണ് കൈ ചുമലിനു നേരെ ഉയർത്തേണ്ടത്. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ വരിക? നിസ്കാരത്തിൽ കൈ ചുമലിനു നേരെ ഉയർത്തേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് 2 എഴുതുക. മുഴുവൻ എഴുതാൻ അവസാനത്തെ ചോദ്യമായിട്ട് വരും. 5 വരി എഴുതിയാൽ 5 മാർക്ക് വരുന്ന, അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം. വാചകത്തിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കൈ ഉയർത്തേണ്ട 4 സന്ദർഭങ്ങളിൽ നിന്ന് 2 നമ്മൾ എഴുതി കൊടുക്കണം. 2 എഴുതുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ നിന്ന് 2 നമുക്ക് അവിടെ എഴുതാം. അങ്ങനെ ആ രീതിയിൽ എഴുതി പഠിക്കുക. അസ്സലാത്തു ഹൈറും മിനന്നൗം, നിസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമമാണ്. നിസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമമാണ്. അപ്പോൾ സുബ്ഹിൻ്റെ അദാനിൽ പ്രത്യേകം പറയുന്ന വാചകമാണ് അസ്സലാത്തു ഹൈറും മിനന്നൗം. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. സുബ്ഹിൻ്റെ ബാങ്കിൽ, ബാങ്ക് പറഞ്ഞാൽ അദാൻ എന്നാണ് നിങ്ങൾക്ക് പാഠഭാഗത്തിലും ചോദ്യപേപ്പറിലൊക്കെ വരിക. സുബ്ഹിൻ്റെ അദാനിൽ പ്രത്യേകം പറയുന്ന വാചകം ഏത്? അസ്സലാത്തു ഹൈറും മിനന്നൗം. അസ്സലാത്തു ഹൈറും മിനന്നൗം. സുബ്ഹി നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എഴുതാൻ പറഞ്ഞാലോ? അപ്പോൾ തദ്രിബാത്തിൽ നിങ്ങൾക്കൊരു ചോദ്യം വന്നിരുന്നു, സുബ്ഹി നിസ്കാരത്തിന് നിയ്യത്ത് എഴുതുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക. സുബ്ഹി എന്ന ഫർള് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് അദാ ആയി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് എഴുതി നന്നായി പഠിക്കുക, പറഞ്ഞ് പഠിക്കുക. ഇതിൽ വന്ന പോലെയാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരിക. വബാരിക് ലനാ ഫീമാ അഅ്തൈത് തബാറകത റബ്ബനാ വതആലൈത്. അപ്പം അതുപോലെ മനസ്സിലാക്കി പഠിക്കണം നന്നായിട്ട്. അടുത്ത 15ാമത്തെ അസ്സംഉ വൽ ബസർ. എന്താണ്? ഇവിടെ ഒരു പാട്ടാണ് അല്ലേ? നമുക്ക് അള്ളാഹു കണ്ണുകൾ നൽകിയതെന്തിന്? കാതുകൾ നൽകിയതെന്തിന്? ഹൃദയം തന്നതെന്തിന്? നാവ് നൽകിയതെങ്ങനെ? കൈകൾ നൽകിയതെന്തിന്? കാലുകൾ നൽകിയതെന്തിന്? അപ്പം എന്താണ്? ഓരോന്നിനും നമ്മൾ മനസ്സിലാക്കി, പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. കാണാൻ കണ്ണുകൾ നൽകി. ഉപ്പയെ കാണാൻ, ഉമ്മയെ കാണാൻ അല്ലാഹു തആല കണ്ണുകൾ നൽകിയത് എന്തിന്? ചോദ്യം വന്നാൽ നമുക്ക് പാഠത്തെ ആസ്പദമാക്കിയിട്ട് തന്നെ ഉത്തരം എഴുതണം. ഉമ്മയെ കാണാൻ, ഉപ്പയെ കാണാൻ അല്ലാഹു തആല കണ്ണുകൾ നൽകിയത് എന്തിനു വെച്ചാൽ ഉമ്മയെ കാണാൻ, ഉപ്പയെ കാണാൻ. അതുപോലെ അല്ലാഹു തആല കാതുകൾ നൽകി. എന്തിനാണ്? വാങ്കൊലി കേൾക്കാൻ, ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ, വായ്മൊഴി കേൾക്കാൻ, സംസാരങ്ങളൊക്കെ കേൾക്കാൻ കാതുകൾ നൽകിയത്. അല്ലാഹു തആല കാതുകൾ നൽകിയത് ബാങ്കൊലി കേൾക്കാനും വായ്മൊഴി കേൾക്കാനും. മനസ്സിലാക്കുക. പിന്നെന്താണ്? ഹൃദയം, ഈമാൻ കൊള്ളാനും നന്മ നനയ്ക്കാനും, ഈമാൻ സ്വീകരിക്കാനും നന്മകൾ ചിന്തിക്കാനുമാണ് ഹൃദയം തന്നത്. അപ്പോൾ തിരിച്ചു ചോദ്യം വരും, അല്ലാഹു നന്മ നനയ്ക്കാനും ഈമാൻ കൊള്ളാനുമാണ് നമുക്ക് എന്ത് തന്നത്? ഹൃദയം തന്നത്. ഹൃദയം തന്നത്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? സത്യം പറയാനും ദിക്റുകൾ ചൊല്ലാനൊക്കെ നമുക്ക് എന്ത് നൽകി? നാവ് നൽകി. അല്ലാഹു തആല നാവ് നൽകിയത് എന്തിന്? അങ്ങനെയും വരാം. സത്യം പറയാനും ദിക്റുകൾ ചൊല്ലാനുമാണ് നാവ് നൽകിയത്. കർമ്മം ചെയ്യാൻ, ദാനം നൽകാൻ എന്ത് നൽകി? കൈകൾ. നമുക്ക് കൈകൾ തന്നു കർമ്മങ്ങൾ ചെയ്യാൻ, ഓരോ കാര്യങ്ങൾ ചെയ്യാനും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാനും ദാനങ്ങൾ നൽകാനൊക്കെ നമുക്ക് അല്ലാഹു തആല കൈകൾ നൽകി. അതുപോലെ കാലുകൾ,
ദറസിൽ പോവാൻ, മസ്ജിദിലെത്താൻ, മദ്രസയിൽ പോവാനും സ്കൂളിൽ പോവാനും മസ്ജിദിലേക്ക് പോവാനും ഒക്കെ നമുക്ക് അള്ളാഹു കാലുകൾ തന്നു. ദർസിൽ പോവാൻ, മസ്ജിദിൽ പോവാൻ നമുക്ക് അള്ളാഹു താല എന്ത് നൽകി? കാലുകൾ നൽകി. അപ്പം അതുപോലെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഈ പാഠത്തെ ആസ്പദമാക്കി ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കാതുകൾ നൽകിയത് എന്തെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ വാങ്കോലി കേൾക്കാൻ, വായ്മൊഴി കേൾക്കാൻ. അപ്പം അതങ്ങനെ ഒരു വാക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് കാതുകൾ വാങ്കോലിയും വായ്മൊഴിയും കേൾക്കാൻ മാത്രമല്ല, എല്ലാം കേൾക്കണം അല്ലേ? അപ്പം അത് പാഠത്തെ ആസ്പദമാക്കിയിട്ടാണ് ഒരു ചോദ്യം വരുന്നതെങ്കിൽ നമ്മൾ അതുപോലെ പാഠത്ത് വന്നത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാവരും. അടുത്തത് 16ാമത്തെ പാഠം, ഇർഹമു മൻഫിൽ അർള്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യും, എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യും അല്ലേ? അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇർഹമു മൻഫിൽ അർള് എന്നതിൻ്റെ അർത്ഥം ഹർക്കത്തിടാൻ ഒക്കെ വരാം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, മനസ്സിലാക്കുക. അപ്പം എന്താ ഈ പാഠത്ത് പറയുന്നത്? എന്താണ്? ഒരാൾ ഒരു വഴിയിലൂടെ പോവുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വല്ലാതെ ദാഹിച്ചു. ഇഷ്ടദ്ദ കഠിനമായിട്ട്, അത്തഷ് ദാഹിച്ചു. അപ്പോൾ കഠിനമായിട്ട് ദാഹിച്ചു. അദ്ദേഹം ഒരു കിണർ കണ്ടു. പക്ഷേ കിണറിൽ വെള്ളമുണ്ടെങ്കിലും അത് എടുക്കാനുള്ള പാത്രമില്ലായിരുന്നു. കിണറിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള പാത്രമില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചു, ദാഹം തീർത്തു. ഫറഅ ബിഅറൻ, കിണർ കണ്ടു, മനസ്സിലാക്കുക. കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചു. പിന്നെന്താണ്? അങ്ങനെ അദ്ദേഹം തിരിച്ച് കിണറിൽ നിന്ന് കയറി പുറത്തു വന്നപ്പോൾ ഫറഅ കൽബൻ എന്ന് പറഞ്ഞാൽ ഒരു നായയെ കണ്ടു. എൽഹസു, ദാഹിച്ച് നാവ് നീട്ടി നിൽക്കുന്ന ഒരു നായയെ കണ്ടു. അദ്ദേഹം എന്ത് ചെയ്തു? നസല ബിഅറ സാനിയൻ, രണ്ടാമതും കിണറിലേക്കിറങ്ങി. വീണ്ടും കിണറിലേക്കിറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഹുഫഹു, തൻ്റെ കാലിൽ ഷൂ പോലുള്ള ചെരുപ്പുണ്ടായിരുന്നു. ഷൂ പോലുള്ള ചെരുപ്പുണ്ട്. അതിൽ വെള്ളം നിറച്ചു കയറി വന്നു നായക്ക് നൽകി. ഫശക കൽബു, നായക്ക് നൽകി. കബിലല്ലാഹു മിൻഹു വഫറ ലഹു, ആ പ്രവൃത്തി കാരണം അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ പുറത്ത് കൊടുത്തു. ആ പ്രവൃത്തി അല്ലാഹു സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുത്തു. അപ്പോൾ ജീവികളോട് കരുണ വേണം, എല്ലാവരോടും കരുണ വേണം. അപ്പോൾ ഇവിടെ റജുല് അദ്ദേഹത്തിൻ്റെ കരുണയാണ് അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കാൻ കാരണം. അപ്പം മനസ്സിലാക്കുക. കിണർ കണ്ടു എന്നതിൻ്റെ അറബി എന്ത്? ഫറഅ ബിഅറു, നായയെ കണ്ടു. ഫറഅ കൽബൻ, നായയെ കണ്ടു. അപ്പോൾ അതൊക്കെയാണ് ഈ പാഠത്തുനിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹു തആല അയാളുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണം എന്താണ്? ഫശക്ക കൽബ, നായക്ക് വെള്ളം കുടിപ്പിച്ചത് കാരണമാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദുറൂസുൽ ഇസ്ലാമിൻ്റെ എക്സാമിന് ആസ്പദമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും റിവിഷനിൽ പറഞ്ഞത്. എല്ലാവരും മനസ്സിലാക്കുക. ചെറിയ കുട്ടികളാണ്, അവരെ കൊണ്ട് എഴുതി പഠിപ്പിക്കുക. ഓരോ ചോദ്യങ്ങളും അക്ഷരത്തെറ്റുകളൊക്കെ വരാം, എന്നാലും അവർ വീണ്ടും വീണ്ടും എഴുതി പഠിക്കട്ടെ. നല്ലൊരു വിജയം അവർക്ക് അള്ളാഹു നൽകട്ടെ. പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വിജയം നേടാൻ കഴിയുള്ളൂ.
അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.